വെൽക്കം ടു ബേസ് ലോസ്. ബേസ് ലോസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023, അതായത് BSIയുടെ ബെയർ ആക്ട് നമ്മളൊരു ക്യാപ്സൂൾ രൂപത്തിലാക്കിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ചാപ്റ്റേഴ്സും സെക്ഷൻസും ഡെഫിനിഷൻസും എല്ലാം നമുക്കൊരു പ്ലെയിൻ റീഡിങ്ങിൽ വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ ഫോമിലോട്ട് നമ്മുടെ ബെയർ ആക്ടിനെ നമ്മൾ കൺസൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് എക്സാമിന് തൊട്ട് മുന്നേ വായിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു റിവിഷൻ നടത്തുമ്പോഴത്തേക്ക് ഒരു ക്വിക്ക് റിവിഷൻ ഒന്ന് നടത്തിയേക്കാമെന്ന് തോന്നുമ്പോഴത്തേക്കും ഏതെല്ലാം ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ സെക്ഷൻസ് വരും, ഏതൊക്കെ സെക്ഷനിലാണ് ഇന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിളിൻ്റെ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ സ്ലൈഡാണ്. ഈ സ്ലൈഡ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആക്ട് BSIയുടെ ബെയർ ആക്ട് നമ്മളൊരു ക്യാപ്സൂൾ ഫോമിലോട്ട് സെറ്റ് ചെയ്തേക്കാണ്. ചാപ്റ്റേഴ്സ്, സെക്ഷൻസ്, ഡെഫിനിഷൻസ് എന്ന രീതിയിൽ നമ്മൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പം ഏതൊക്കെ സെക്ഷൻസ് ഏതൊക്കെ ഡെഫിനിഷൻസ് ആണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ആക്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴേ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ച കാര്യങ്ങളാണ് ഈ ഒരു ആക്ടിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര സെക്ഷൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ 12 ചാപ്റ്റേഴ്സും 170 സെക്ഷൻസും ഉള്ളതാണ് നമ്മുടെ ഭാരതീയ അധിനിയം, സാക്ഷ്യ അധിനിയം എന്ന് പറയുന്ന ഈ ഒരു ആക്ട്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിലോട്ട് പോകാം. ചാപ്റ്റർ 1 പറയുന്നത് 1 to 2, അതായത് ആദ്യത്തെ 2 സെക്ഷനുകളാണ്, 1ഉം 2ഉം സെക്ഷനുകളാണ് ചാപ്റ്റർ 1 പറയുന്നത്. ദാറ്റ് ഈസ് പ്രിലിമിനറി. ചാപ്റ്റർ 2 പറയുന്നത് 3 to 15 ആണ്, 3 മുതൽ 50 വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫാക്ട്സിന്റെ റെലവൻസിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. റെലവൻസി ഓഫ് ഫാക്ട്സ് ആണ് ഈ ഒരു 3 to 50 വരെയുള്ള സെക്ഷനിൽ പറയുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ സെക്ഷൻ 51 to 53 ആണ്, 51, 52, 53 ഈ 3 സെക്ഷനുകളിലും പറയുന്നത് ഫാക്ട്സ് വിച്ച് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്, എന്തൊക്കെ ഫാക്ട്സ് ആണ് പ്രൂവ് ചെയ്യേണ്ടാത്തതെന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ചാപ്റ്റർ 4 വരുവാണെങ്കിൽ 2 സെക്ഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതായത് 54, 55. അതിൽ പറയുന്നത് ഓറൽ എവിഡൻസ് എന്താണെന്നുള്ളതാണ്. ചാപ്റ്റർ 5 വരുവാണെങ്കിൽ 56 to 93, ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഡോക്യുമെന്ററി എവിഡൻസിന്റെ കാര്യങ്ങളാണ് 56 to 93 വരെ പറയുന്നത്. സെക്ഷൻ 6 ചാപ്റ്റർ 6 പറയുന്നത് 94 to 103. അതിൽ പറയുന്നത് എക്സ്ക്ലൂഷൻ ഓഫ് ഓറൽ എവിഡൻസ് ബൈ ഡോക്യുമെന്ററി എവിഡൻസ്. ചാപ്റ്റർ 7 പറയുന്നത് 104 to 120. ബോർഡൻ ഓഫ് പ്രൂഫ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് 104 to 120 എന്ന് പറയുന്നത്. ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ചാപ്റ്റർ 7 ദെൻ ചാപ്റ്റർ 8 120 to 123, 120, 122, 123 ഇത്രയും കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുന്നത് എസ്റ്റോപ്പൽ എന്താണെന്നാണ്. ചാപ്റ്റർ 9 124 to 139 വരെ പറയുന്നത് വിറ്റ്നസ്, ആരൊക്കെയാണ് വിറ്റ്നസ്, അവരുടെ എവിഡൻസും ടെസ്റ്റിമണിയും കാര്യങ്ങളാണ് 124 to 139 പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ 10 ആണ്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് 140 to 168, 140 മുതൽ 168 വരെയുള്ള കാര്യങ്ങളാണ്. അതിൽ പറയുന്ന എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്, നേരത്തെ പറഞ്ഞ 124 to 139 പറഞ്ഞ വിറ്റ്നസിന്റെ എക്സാമിനേഷൻ എങ്ങനെയായിരിക്കണം എന്ന് ഉള്ളതാണ് 140 മുതൽ 168 വരെയുള്ള സെക്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ 11 ആണ്. അതിലൊരൊറ്റ സെക്ഷനേ ഉള്ളൂ, 169, 169. അതിൽ പറയുന്നത് ഇംപ്രോപ്പർ അഡ്മിഷൻ ആൻഡ് റിജക്ഷൻ ഓഫ് എവിഡൻസ്, എവിഡൻസിന്റെ റിജക്ഷനും അതിന്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള അഡ്മിഷനും കാര്യങ്ങളാണ് 169 എന്ന് പറയുന്ന സെക്ഷനിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 12 ആണ്. അതിൽ ഒരൊറ്റ സെക്ഷനേ ഉള്ളൂ, ലാസ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് 170. അതിൽ പറയുന്നത് റിപ്പീൽ ആൻഡ് സേവിങ്സ്. അപ്പം ഇത്രയാണ് നമ്മുടെ BSI എന്ന് പറയുന്ന ബെയർ ആക്ട്സിൽ ഓവറോൾ നമ്മൾ പഠിക്കാനുള്ള സാധനങ്ങൾ. സോ എല്ലാവർക്കും ഇതൊരു വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനും പറ്റുമെന്ന് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.